എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ ലഭിക്കാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സൂര്യയെ നായകനാക്കി കാർത്തിക് സുബ്ബരാജ് സംവിധാനം ചെയ്ത റെട്രോ എന്ന സിനിമയുടെ ആദ്യ ആഴ്ചയിലെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ റിലീസിനെത്തിയ 8 ദിവസങ്ങൾ കൊണ്ട് റെട്രോ 110 കോടിയോളം രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. റെട്രോ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിയിട്ടുള്ളത്. ചിത്രം അടുത്ത മാസം OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ നായകനാക്കി നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന ജയിലർ 2 എന്ന സിനിമയുടെ അട്ടപ്പാടിയിൽ നടന്നു വന്നിരുന്ന ഷൂട്ടിംഗ് വർക്കുകൾ കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. ഇനി കേരളത്തിൽ തന്നെ കോഴിക്കോട്ടാണ് ചിത്രത്തിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ ചിത്രീകരണം നടക്കുക. ഏകദേശം 20 ദിവസത്തോളം ജയിലർ 2വിന്റെ ചിത്രീകരണം കോഴിക്കോടുണ്ടാകും. ജയിലർ 2വിൽ പ്രധാനമായും കേരളത്തെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറി വരാനാണ് സാധ്യത. ഓൾറെഡി ലാലേട്ടനും ഫഹദ് ഫാസിലും ചെമ്പൻ വിനോദും ജയിലർ 2വിൽ മലയാളി താരങ്ങളായി എത്തുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇവരെ കൂടാതെ തന്നെ കോട്ടയം നസീർ, ഇന്ദ്രൻസ് തുടങ്ങിയവരും ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന തരത്തിൽ ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ജൂനിയർ NTRനെ നായകനാക്കി പ്രശാന്ത് അനിൽ സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന NTR 31 എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ ചിത്രീകരണം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ടെന്ന് മൂവി ടീം ഒഫീഷ്യലായി തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഒരു പാൻ ഇന്ത്യൻ സിനിമയായി തയ്യാറാകുന്ന ഈ ചിത്രം 2026 ജൂൺ 25-നാണ് തിയേറ്ററിലേക്ക് എത്തുക. ദളപതി വിജയെ നായകനാക്കി വിനോദ് സംവിധാനം ചെയ്ത് ജനനായകൻ സിനിമയുടെ കൊടൈക്കനാലിൽ നടന്നു വന്നിരുന്ന ചിത്രീകരണം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി അടുത്ത ഷെഡ്യൂൾ ചിത്രീകരണം ചെന്നൈയിൽ തന്നെയാവും നടക്കുക. മാത്രമല്ല അടുത്ത ഘട്ട ചിത്രീകരണത്തിൽ വിജയ്ക്കൊപ്പം ശ്രുതി ഹാസനും പ്രകാശ് രാജും പങ്കുചേരുന്നുണ്ടെന്നും പ്രകാശ് രാജ് ജനനായകനിൽ ഒരു വില്ലൻ വേഷത്തിലാവും എത്തുകയെന്നും അപ്ഡേറ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഓൾറെഡി ബോബി ഡിയോൾ മെയിൻ വില്ലനായി ജനനായകനിൽ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ മൂവി ടീം പറഞ്ഞിരുന്നു. എന്തായാലും വരുന്ന ജൂൺ പകുതിയോടെ കൂടി ജനനായകന്റെ എൻ്റയർ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ദിലീപ് നായകനായി ഇന്ന് തിയേറ്ററിലേക്ക് എത്തിയ ഒരു ഫീൽ ഗുഡ് മലയാളം എന്റർടൈൻമെന്റ് സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗ് എല്ലാം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. സെൻസർ ബോർഡിൽ നിന്നും US സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ടോട്ടൽ റണ്ണിംഗ് ടൈം 2 മണിക്കൂറും 14 മിനിറ്റുമാണ്. ദിലീപിനെ കൂടാതെ ധ്യാൻ ശ്രീനിവാസൻ, ബിന്ദു പണിക്കർ, ജോണി ആന്റണി, സിദ്ദീഖ്, മഞ്ജു പിള്ള, ഊർവശി തുടങ്ങിയവരും പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ താരങ്ങളായി എത്തിയിരിക്കുന്നത്. പ്രിൻസ് ചിത്രത്തിന്റെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 2 to 2.5 കോടിയോളം രൂപ ചിത്രത്തിന് ആദ്യ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടാൻ കഴിഞ്ഞു എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ഡിനോ ഡെന്നീസ് സംവിധാനം ചെയ്ത് വിഷു റിലീസായി തിയേറ്ററിലേക്ക് എത്തിയ ബസൂക്ക എന്ന ചിത്രം OTT റിലീസിലേക്ക് കടക്കുന്നു. സോണി ലീവ് ആണ് ബസൂക്കയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. വരുന്ന ജൂൺ 5-ാം തീയതി ബസൂക്ക OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ജയസൂര്യയെ നായകനാക്കി റോജൻ തോമസ് സംവിധാനം ചെയ്ത ബ്രഹ്മാണ്ഡ പാൻ ഇന്ത്യൻ ഫാന്റസി 3D സിനിമയാണ് കത്തനാർ. ഗോകുലം മൂവീസിനു വേണ്ടി ഗോകുലം ഗോപാലാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ജയസൂര്യയ്ക്ക് പുറമെ അനുഷ്ക ഷെട്ടി, പ്രഭുദേവ, വിനീത്, മാസ്റ്റർ കുൽപ്രീത്, നിതീഷ് പത്മരാജ് തുടങ്ങിയവരും താരങ്ങളായിട്ടെത്തുന്ന കത്തനാറിന്റെ റിലീസിനായി വലിയൊരു കാത്തിരിപ്പാണ് മലയാളി പ്രേക്ഷകർ നടത്തി വരുന്നത്. ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം 2025 ഓണം റിലീസായി കത്തനാർ എന്ന 3D ഫാന്റസി ചിത്രം തിയേറ്ററിലേക്ക് എത്തുമെന്നാണ്. ലാലേട്ടനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന ചിത്രത്തിന്റെ OTT റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് തുടരും എന്ന സിനിമയുടെ ഇന്ന് വരെയുള്ള കളക്ഷൻ റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കാം. തുടരും ഇന്ന് തിയേറ്ററിലേക്ക് എത്തിയിട്ട് 14 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ചിത്രം ഇപ്പോൾ കേരളത്തിൽ നിന്നും മാത്രം 83 കോടി രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 184 കോടി രൂപയിലേക്കും എത്തിപ്പെട്ട് കഴിഞ്ഞു. ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിലൂടെ തുടരും കേരളത്തിൽ 100 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 200 കോടിക്ക് മുകളിൽ കളക്ഷനിലേക്ക് എത്തുമെന്ന് തീർച്ച. ഇനി ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ തുടരും സിനിമയുടെ OTT അവകാശങ്ങൾ 16 കോടി രൂപ നൽകി ജിയോ ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. നിലവിൽ തുടരുമെന്ന ചിത്രം ജൂൺ മാസം ആദ്യവാരത്തിൽ തന്നെ OTT റിലീസ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ജിയോ ഹോട്ട്സ്റ്റാർ. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.